മാറ്റി കുറിക്കരുത്. ഹീറോയിൻസ് മാത്രമേ ഉള്ളൂ ഇതില്. ജസ്റ്റ് പോസ്റ്ററിൽ വെക്കാൻ വേണ്ടി ഡേറ്റ് എടുത്തിട്ട് ഉള്ള ആളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടാവണല്ലോ. അതെ, ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, പോസ്റ്ററിലും നമ്മുടെ ട്രെയിലറിലൊക്കെ. മനസ്സിലായത് അങ്ങനെ തന്നെയാണോ ഉള്ളത്? ടീച്ചറിലുള്ള സിനിമ പ്രൊമോഷൻ വന്നിട്ടേ പറയാൻ പറ്റില്ലല്ലോ. ശരി. അല്ല, ഇപ്പം പറഞ്ഞ പോലെ അവരൊക്കെ ഏത് കാലത്ത് ആ ദേശം, അവിടുത്തെ സംസാരം, അവരുടെ വീടും ചുറ്റുപാടും ഒക്കെ ഉള്ള അപ്പൊ ആ ഒരു കാര്യങ്ങൾ. ചെടി എന്തിനാ അതിനിടെ വന്ന്? മരങ്ങൾ ഓർമ്മയില്ലേ? എനിക്ക് വന്നുകൂടാ തെങ്ങിൻ തോപ്പൊക്കെ കണ്ടപ്പോ. അങ്ങനെ ചെടിപ്രാന്തുണ്ട്. ഞാൻ വിചാരിച്ചു അതിനിടെ കയറിയതാണ്. അല്ലല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ സമയത്ത് ഉണ്ടായിരുന്ന എന്തോ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചെടികളുടെ സ്ഥലങ്ങളുടെ ഒരു ഇപ്പം എന്താണ് തെക്ക് ഭാഗത്ത് മരച്ചീനി എന്നാണ് പറയുന്നത്. ഫാഷനിൽ ഉണ്ടായിരുന്ന ഫാഷൻ ചെടികൾ ഉണ്ടാവും. അല്ലെങ്കിൽ അത് എനിക്കൊന്നും ആർട്ടിന്റെ ആളുകൾ ചിലയിടത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇപ്പം ഓരോ കഥാപാത്രം വരുന്ന സ്ഥലങ്ങള് മാർഗമില്ലാത്ത പിന്നെ അത് കിട്ടാനില്ല അത് പരിപാടി. അപ്പം അത് എല്ലാ മണികളും കിളിങ്ങില്ല. പിന്നെയാണ് മണികൾക്ക് എല്ലാത്തിന്റെ ഉള്ളിൽ മണി വന്നു തുടങ്ങി. എല്ലാം ഭയങ്കര ഉണ്ട്. പക്ഷെ വേറെ പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചട്ടയും കൊണ്ട് കൊടുത്ത് അതിന്റെ അടിയിൽ പാസരം കാണില്ല. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യണം ആ മണി കിളിങ്ങണതും നടക്കുന്നതും. പാസരം ഇടുമ്പോ നമുക്ക് ഒരു കഥാപാത്രം ഭയങ്കരമായിട്ട് നമുക്ക്, അതായത് ആ സൗണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കേറും ആ ക്യാരക്ടറിന്. അപ്പൊ നമുക്ക് തന്നെ പാസരം ഇടുമ്പോ നമുക്കൊരു ഫീൽ അല്ലേ പാദസരം ഇട്ടിട്ടുണ്ടെന്ന്. പിന്നെ വരുമ്പോ എല്ലാരും അറിയുമല്ലോ കിളിങ്ങി വരുമ്പോ. ഭയങ്കര രസമായിരുന്നു അത്. നിൽക്കുന്നല്ലേ ക്യാരക്ടേഴ്സ്. ഞാൻ ഒരു കാര്യം ആ കൂട്ടത്തിൽ പാവമല്ല തരം രണ്ടുപേരും പാവങ്ങളല്ലേ. ചേച്ചി ഇപ്പൊ അങ്ങനെ ഉണ്ടോന്ന് കേരളത്തിലുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും തിരക്കാതെ ആരെങ്കിലും പെൺമക്കളെ പിടിച്ചു കൊടുക്കുവോ കേരളത്തിലോ? നമുക്ക് അറിയാത്തവരുടെ പോലും ഇൻസ്റ്റാഗ്രാമിൽ കയറി എല്ലാം അറിയാം നമുക്ക്. നമ്മൾ തന്നെ ഒരാളുടെ കൂടെ കുറെ നേരം ചെലവഴിച്ച നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യുന്നു, നമുക്ക് ഒരു കുറച്ച് ദിവസത്തെ പരിചയം ഉണ്ടാവുള്ളൂ. നമ്മൾ ശരിക്കും കുറെ കാലം കുറെ സമയമൊക്കെ ചെലവഴിക്കുമ്പോഴാണല്ലോ ശരിക്കും ഒരാള് എന്താണ് പോലും അവിടെ കല്യാണം നടക്കുന്നു. അത് കൂടുതൽ നിങ്ങൾക്ക് ഇത് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇത് ഈ പറഞ്ഞ എന്തുകൊണ്ടാണ്. ഘട്ടത്തിൽ ഒരുപാട് അന്വേഷിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബസ്സുകൾ വന്നിട്ട് തന്നെ ബസ് യാത്രകൾ, കാർ യാത്ര, ചെറുതായിട്ടൊരു കണക്ഷൻ എല്ലാ ലാംഗ്വേജിലും ഇത് കണക്ട് ആവില്ല എന്നുള്ള ഒരു ഇത് വന്നതുകൊണ്ടാണ്. കഥാപാത്രങ്ങളുടെ പേരൊക്കെ എടുക്കുമ്പോഴേ ലൈക്ക് തങ്കം, എനിക്ക് തോന്നുന്നു അങ്ങനെ പറയാൻ പറ്റും. ഡെയിലി ഹണിമൂണാണ്, ഡെയിലി ബർത്ത്ഡേ അല്ലെ. തമിഴ് വേണോ ഇംഗ്ലീഷ്? നാഗേന്ദ്രൻ തമിഴാ അവള് പറയുന്നുണ്ടല്ലോ.